സ്വയം നീതിമാന്മാരെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ വിധിക്കുന്നവരുടെ കൈപ്പിടിക്കകത്താണ് എല്ലാ മതങ്ങളും സഭകളും ഉള്ളത്. അങ്ങനെ മതത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അവർക്ക് സ്വയം നീതിക്കാരായ കുറെ ആളുകളെ ആവശ്യമാണ്. അവിടെയാണ് ക്രിസ്തു സകല മതങ്ങൾക്കും എതിരായ ഒരു തത്വം. നീതിമാന്മാരെയല്ല പാപികളെയാണ് ഞാൻ അന്വേഷിച്ച് വരുന്നത് എന്നുള്ള ഒരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യം കർത്താവ് പറയുന്നത്. നമ്മൾ ലോകത്തിൽ എവിടെ നോക്കിയാലും പാപികളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തോട് പൊരുത്തപ്പെടാൻ പ്രയാസമാണ്. അപ്പൊ ഞാൻ കുറെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഈ പാപികളെ ദൈവം സ്നേഹിക്കുകയും സ്വയം നീതിമാന്മാരെന്ന് കരുതുന്ന കഠിനഹൃദയമുള്ളവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് നമുക്ക് റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഇങ്ങനെ പറയുന്നു: താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. അപ്പൊ ദൈവം എന്തുകൊണ്ട് പാപികളെ നീതീകരിച്ചു, വിശ്വാസത്താൽ നീതീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം, നീതിമാൻ ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം മനുഷ്യർക്കല്ല, അത് ദൈവത്തിന് തന്നെയാണ് എന്നും എന്താണ് നീതി എന്നുള്ളത് തീരുമാനിക്കുന്നതും ദൈവമാണ് എന്നും വരേണ്ടതിന്. അപ്പോൾ ശരിക്കും എന്താണ് നീതി എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ആരാണ് നീതിമാൻ എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. അങ്ങനെ വരാൻ വേണ്ടി ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? പാപികളെ അവന്റെ ഇഷ്ടത്തിന് നീതീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഒരാളെ നീതീകരിക്കുമ്പോൾ അയ്യോ അവനെയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ സൗകര്യമാണ്, ഞാനാണ് നീതി എന്താ തീരുമാനിക്കുന്നത്, ആരെയാണ് നീതീകരിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് എന്ന് കർത്താവ് പ്രഖ്യാപിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. എങ്ങനെ ചെയ്തു? പ്രമാണം കൂടാതെ ദൈവം മനുഷ്യനെ നീതീകരിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ നീതി എപ്പോഴും ദൈവത്തിന് ശത്രുത്വമായി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഇന്ത്യയിലെ താഴെ സെഷൻസ് കോടതി മുതൽ, അല്ലെ, സെഷൻസ് കോടതിയാണ് ഏറ്റവും താഴെ ഉള്ളത്. അതിന് മുകളില് പല ഡിസ്ട്രിക്ട് കോടതി, ഹൈക്കോടതി, അവസാനം സുപ്രീം കോടതിയും. സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് അപ്പീൽ ചെയ്യാൻ പറ്റില്ല, അത് തീർന്നു. സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, അതായത് മെയിൻ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിടത്തും പോയി ഒരു അപ്പീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും വലിയ കോടതി ഏതാണ്? ഏറ്റവും വലിയ കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ സുപ്രീം കോടതി വെറുതെ വിട്ട ഒരാളെ ഇവിടുത്തെ സെഷൻസ് കോടതി വിളിച്ചിട്ട് കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ ദൈവം നീതിമാനെന്ന് പ്രഖ്യാപിച്ചവരെ നമ്മൾ ഇതിനിടയിൽ ഇരുന്നുകൊണ്ട് കുറ്റവാളി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ കോടതിയാണോ വലുത്, ദൈവത്തിന്റെ കോടതിയാണോ വലുത്? നമ്മുടെ കോടതി വലുതായില്ലേ? കാരണം ദൈവം നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചിട്ടും നമ്മുടെ കോടതി നീതി എന്ന് പ്രഖ്യാപിക്കാത്തടത്തോളം കാലം ഞങ്ങൾ അവനെ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? അപ്പൊ ഏത് കോടതിയാണ് വലുത്? അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിനെതിരെ എങ്ങനെയത് ഇതൊരു എതിർ രാജ്യമായി വരിക. അപ്പൊ ഞാൻ ഒരാളെ വിധിക്കുമ്പോൾ, അല്ലെ എന്റെ നീതി വെച്ച് വേറൊരാളെ വിധിക്കുമ്പോൾ, അതായത് സ്വയനീതിക്കാർ ലോകത്ത് എല്ലായിടത്തും ചെയ്യുന്നത്, അപ്പൊ വേറൊരാളെ വിധിക്കുമ്പോൾ ഇത് ഞാൻ നല്ലത് തോന്നിക്കഴിഞ്ഞാൽ വേറൊരാളെ ചീത്തയായിട്ട് തീർച്ചയായിട്ടും തോന്നും, അല്ലെ? അപ്പൊ ശരിക്കും ദൈവം നീതീകരിച്ചവരെ, ദൈവം പാപം ക്ഷമിച്ചവരെ, ദൈവം മക്കളെന്ന് ദത്തെടുത്തവരെ, നമ്മുടെ സഹോദരങ്ങളെ ശരിയല്ല എന്ന് ഞാൻ വിധിക്കുമ്പോൾ എന്റെ കോടതിയാണോ ദൈവത്തിന്റെ കോടതിയാണോ മുകളിൽ? ആരുടെ കോടതിയാ മുകളില്? എന്റെ കോടതിയാ മുകളിൽ, അല്ലെ? അപ്പൊ ഞാൻ പറയാം, ദൈവമേ നീ അങ്ങനെ ആ ആളെ നീതിമാനെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ആ ആള് നീതിമാനല്ല എന്ന് എന്റെ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ അതനുസരിച്ച് മാത്രമേ ജീവിക്കുകയുള്ളൂ. അപ്പൊ എന്റെ ജീവിതം ആരുടെ കോടതി അനുസരിച്ചാ? അപ്പൊ ഇതുകൊണ്ടാണ് സ്വയനീതി ദൈവത്തിന് എതിരായിട്ട് വരുന്നത്. അപ്പോൾ സ്വയനീതിയുടെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് ദൈവത്തോടുള്ള ഒരു മത്സരമാണ്. അതാണ് ദൈവത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള, ദൈവത്തിന്റെ നീതീകരണത്തോടുള്ള, ദൈവത്തിന്റെ നീതിയോടുള്ള ഒരു മത്സരമാണ് നമ്മൾ സഹോദരങ്ങളെ അക്യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അടുത്തത്, രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ സ്വന്തമായിട്ട് നീതി ഉള്ളവർക്ക് ക്രിസ്തുവിന്റെ നീതി എന്ന് പറയുന്ന അസഹനീയമാണെന്ന് മാത്രമല്ല, നമ്മളെക്കാൾ കുറച്ചുകൂടെ നീതി ഉള്ളവരും അസഹനീയമാണ്. കാരണം അവരെ നമ്മൾ ബഹുമാനത്തോടെ നോക്കുമെങ്കിലും അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും, അവനെ കുരുക്കാൻ വേണ്ടി. കാരണം ഈ നീതി തമ്മിൽ എപ്പോഴും ഒരു ആവേശികമായ യുദ്ധമുണ്ട്. നിങ്ങൾക്ക് ആ യുദ്ധം മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടൊരു കാര്യമാണ്. ഇപ്പൊ എന്നേക്കാൾ നീതിയുള്ള ഒരാളെ ഞാൻ കണ്ടെത്തുകയാണെന്ന് പറയുകയാണെങ്കിൽ എന്റെ മനസ്സ് ഐഡന്റിഫൈ ചെയ്യും, ഇന്നാർ എന്നെക്കാളും ബെറ്ററാണ്, അവനെ അങ്ങനെ വിടാൻ പാടില്ല. പിന്നെ അവന്റെ കുറ്റം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കാരണം എനിക്ക് അവനെ പോലെ ആകാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ എന്തെങ്കിലും ഒരു കുറ്റം ഞാൻ കണ്ടുപിടിച്ച് അയാളെ ഒന്ന് നിലത്തിട്ട് അടിച്ചാൽ മാത്രമേ എന്റെ ആ സ്വയനീതിയുടെ സ്പിരിറ്റിനൊന്ന് ആശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും നീതിമാൻ എന്ന് സ്വയം വിചാരിക്കുന്നവര് നമ്മളെക്കാൾ നീതിമാന്മാരായിട്ട് അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവരുടെ എന്തെങ്കിലും ഒരു കുറ്റം നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. കാരണം നമുക്കൊരു ആശ്വാസം കിട്ടണമെങ്കിൽ അത് കിട്ടണം.
അല്ലെ? ഇപ്പൊ എന്നെ കുറിച്ച് ഒരു 5-8-10 കുറ്റങ്ങൾ കിട്ടുവാണെങ്കിൽ ഭയങ്കര ആശ്വാസം കിട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം ഞാനാണല്ലോ എപ്പോഴും പ്രസംഗിക്കുന്നത്. ഇപ്പൊ ഇവനെ പിടിച്ചാൽ പിടിച്ചു, അതാണ്. കാരണം ഇതെല്ലാം മനുഷ്യർക്കും അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അവരെക്കാൾ നീതിമാന്മാരായി ചമയുന്നവർ, അവരാരും നീതിമാന്മാരല്ല, അങ്ങനെ ചമയുന്നവരെ സഹിക്കാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെപ്പോഴും ആപേക്ഷികമായ നീതിയിലാണ് ജീവിക്കുന്നത്. എന്നേക്കാൾ ഭേദം അവൻ, അവനേക്കാൾ മോശം ഇവൻ, ഇവൻ ഇവരെക്കാൾ നല്ലത്. ഈ ഒരു കാഴ്ചപ്പാടിൽ മാത്രമേ ഇവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ആള് നല്ല ആളാ കേട്ടോ, കേട്ടിട്ടില്ലേ? അയ്യോ എന്ത് നല്ല ആളാന്ന് അറിയാമോ, ഭയങ്കര നീതിമാനാണ്. എന്തുകൊണ്ട്? ആരെ അപേക്ഷിച്ച? ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. അപ്പം എപ്പോഴും ആപേക്ഷിക. ഐൻസ്റ്റീന്റെ ആൾക്കാരാണ് ഇവരെല്ലാവരും, ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആൾക്കാർ, അവര് എല്ലാം ആപേക്ഷികമാണ്. അപ്പോൾ മറ്റൊരാളെ നോക്കുമ്പോൾ നമുക്ക് അയാൾ ഭയങ്കര മിടുക്കനാണെന്ന് തോന്നുന്നു, അയാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തോന്നുന്നു, അല്ലെ? ചില സമയത്ത് നമ്മൾ പറയില്ല എന്ത് നല്ല മനുഷ്യനാണെന്നറിയോ, എന്ത് കരുണയാണെന്ന് അറിയാമോ, ഇത്രയും നല്ല ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ തോന്നുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? അപ്പോഴും ക്രിസ്തുവിന്റെ നീതി മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ്. കർത്താവ് ആരാണെന്ന് മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യൻ നല്ലതാണെന്നോ ചീത്തയാണെന്നോ നമുക്ക് തോന്നുന്നത്. നന്മ തിന്മകളുടെ പഴം ഇപ്പോഴും നമ്മുടെ ബ്രെയിനകത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ചില ആൾക്കാർ ഭയങ്കര നല്ലവരായും ചില ആൾക്കാർ ഭയങ്കര ചീത്തയായിട്ടും കാണുന്നത്. എന്നാൽ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ എന്തായിരിക്കും തോന്നുന്നത്? കർത്താവ് ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല, നമ്മളെല്ലാവരും ഒരുപോലെ വിധിക്കപ്പെടേണ്ടവരും നരകത്തിൽ പോകേണ്ടവരും ആയിരുന്നു. നമ്മളിലെല്ലാം വസിക്കുന്ന പാപത്തിന്റെ വർത്ത് ഒന്ന് തന്നെയാണ്. നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അത് വ്യത്യാസമായിട്ട് പ്രകടിപ്പിക്കപ്പെടുന്നു മാത്രമേ ഉള്ളൂ. ആദാമ്യ പാപം എല്ലാവരിലും ഒന്ന് തന്നെയാണ്, അത് വിടർന്ന് വികസിക്കുന്ന പല രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ ശിക്ഷായോഗ്യരും, യേശുക്രിസ്തു ഒരുവൻ മാത്രം നീതിമാനും, ആ നീതിയാൽ മാത്രം നമ്മളെല്ലാം രക്ഷപ്പെട്ടവരും ആണെന്ന് ആത്മാവിന് മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ സാധിക്കുള്ളൂ. ബുദ്ധി കൊണ്ട് ഈ ബോധ്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോൾ എപ്പോഴും ഈ ആപേക്ഷിക നീതിയില് ജീവിക്കുന്നവർക്ക് ആൾക്കാരെ നോക്കുമ്പോൾ അയാൾ ഭയങ്കര നീതിമാനാണ്, ഇയാൾ ശരിയല്ല എന്നങ്ങനെയൊക്കെ തോന്നും. ഓക്കെ, നീതിമാന്മാരായ ആൾക്കാരോട് കുശുമ്പുള്ളിലുണ്ടെങ്കിലും ബഹുമാനവും ഉണ്ടാവും, അല്ലെ? കുശുമ്പുള്ളിൽ കാണും, എന്നാൽ അവൻ എന്നെക്കാൾ നീതിമാൻ എന്നുള്ള കുശുമ്പ് കാണും. ഞാൻ ചില ആൾക്കാരെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് നോക്കിയിട്ടുണ്ട്, അയാൾ എന്തെങ്കിലും ഒരു കുറ്റം കാണുമെന്ന് അറിയാൻ വേണ്ടി. പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പണ്ടല്ല, ഒരു 5-6 വർഷം മുമ്പ് ഞാൻ ഇയാളിൽ ഒരു കുറ്റവും കാണാനില്ല, എന്തെങ്കിലും ഒന്ന് കാണും. അപ്പം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആശ്വാസം, ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞ അയാൾ എന്തോ ചീത്ത പറഞ്ഞ കേട്ടെന്ന്, ആശ്വാസമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അങ്ങനെ വിടാൻ പറ്റത്തില്ല. നമ്മുടെ ആ നീതി എന്ന് പറയുന്ന ബോധം ഇങ്ങനെ അലറി വിളിക്കും. ഒരുത്തൻ അങ്ങനെയുണ്ടോ, അത്ര പെർഫെക്റ്റ് ആയ. ഇതൊരു മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന പോലെ ഒരു കപടം നിറഞ്ഞൊരു സാധനം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ആപേക്ഷികമായി നല്ല മനുഷ്യരെ നോക്കിക്കൊണ്ട് നടക്കും. അല്ല, ചീത്ത ആൾക്കാരെ നമ്മൾ വിധി കഴിഞ്ഞാൽ അവരെ പറക്കി ദൂരോട്ട് കളയും. ഇത് സ്വയനീതി തിങ്ങിയ ഒരു മനസ്സിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ നല്ലതായിട്ട് തോന്നില്ലേ? നമ്മുടെ എല്ലാ ഉള്ളിൽ അത് കുറച്ച് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പരസ്പരം നോക്കുമ്പോൾ എന്നെപ്പോലൊരു പാവി കർത്താവിന്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട പാവി എന്ന് മാത്രമേ നമുക്ക് തോന്നാവൂ. ഓക്കെ, അവിടെ ദൈവത്തിന് മാത്രമാണ് മഹത്വം പോകേണ്ടത്. ഇനി അടുത്തത്, ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വിധി നടത്തുന്നവരായി മാറിയിട്ട് ചില ആൾക്കാരെ സ്വർഗത്തിലിരുത്തും, ചില ആൾക്കാരെ നരകത്തിലിരുത്തും, അല്ലേ? ശരിയല്ലേ? ഇവിടെ സ്വർഗത്തിൽ പോകുന്ന ആരൊക്കെയാണെന്ന് നമുക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ എസ്റ്റിമേറ്റ് ഉണ്ടോ? നമ്മുടെ ചർച്ചയിൽ അത്രയും കാണുകയില്ല, പക്ഷെ പൊതുവെ ആൾക്കാരെ നോക്കുമ്പോൾ അങ്ങനെ അവര് സ്വർഗത്തിൽ പോകും, ഇവൻ പോകുമെന്ന് സംശയമാണ്, ഇല്ല? എങ്ങനെയല്ലേ തോന്നുന്നില്ലേ? ചില ആൾക്കാരെ കാണുമ്പോൾ ഇവൻ സ്വർഗത്തിൽ പോകും സംശയം തോന്നുന്നില്ലേ? അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നേ? ഈ സ്വർഗത്തിലും നരകത്തിലും വിടുന്ന നീതിയുടെ മാനദണ്ഡം ആരുടെ കയ്യിലിരിക്കുന്നത്? ഇതെല്ലാം സ്വയനീതിക്കാർ ഒപ്പിച്ചു വെക്കുന്ന പരിപാടിയാണ്. ഈ സെൽഫ് റൈച്ചസ് സ്പിരിറ്റ് എന്ന് പറയുന്നതിന് ഒരിക്കലും ദൈവത്തിന്റെ കോടതിക്ക് കീഴടങ്ങാൻ പറ്റില്ല, ദൈവത്തിന്റെ ന്യായവിധിക്ക് കീഴടങ്ങാൻ പറ്റില്ല. ആ പരീശന്മാരെല്ലാം അങ്ങനെയായിരുന്നു. യേശു കർത്താവ് പോയി പാപികളുടെ അടുത്ത് ഒരു ആഹാരം കഴിക്കുമ്പോൾ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ ഈ പരീശന് സഹിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ ക്ഷമിച്ചു എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കോടതിയുടെ മുകളിലുള്ള ഒരു കോടതി, ദൈവത്തോടുള്ള ഒരു വെല്ലുവിളിക്കുന്ന ഒരു കോടതിയാണ് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ മനുഷ്യനും അങ്ങനെ ഒരു കോടതിയുണ്ട്. എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചാടി വരും അത്. പക്ഷെ ദൈവത്തിന്റെ കോടതിക്ക് നമ്മൾ സബ്മിറ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ദൈവമേ നീ നീതീകരിച്ചവരെ കുറ്റം വിധിക്കുന്നത് ആർ? ദൈവം ഒരുവനെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചാൽ അവനെ കുറ്റം വിധിക്കാൻ ഒരു മനുഷ്യനും ധൈര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പരസ്പരം കുറ്റം വിധിക്കുന്നവരായി നമ്മൾ മാറുന്നതിന്റെ കാരണം ഈ സ്വയനീതി മാറാത്തതാണ്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന് കീഴടങ്ങുവാൻ ഒരിക്കലും സ്വയനീതിയിൽ തടിച്ച ഒരാൾക്ക് സാധിക്കില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ജോസി ബ്രദറും ഞാനും തമ്മിൽ ഭയങ്കര വഴക്കാന്ന് വിചാരിച്ചു. ഓക്കെ,
ചുമ്മാ പറയുന്ന കേട്ടോ, ജോസി ബ്രദർ നിങ്ങളാരും നോക്കണ്ട, എന്നെ നോക്കിയാൽ മതി. അപ്പോ ആത്മാവ് എന്നോട് പറയാണ്, നീ പോയി ജോസി ബ്രദറിനെ കെട്ടിപ്പിടിച്ച് സോറി എന്ന് പറ. അപ്പൊ പക്ഷെ എന്റെ സ്വയനീതി വെച്ച് ജോസി ബ്രദർ ശരിയല്ല. ഈ ശരിയല്ലാത്ത ഒരാളെ പോയി കെട്ടിപ്പിടിക്കാൻ ആത്മാവ് എന്നെ നിർബന്ധിച്ചാൽ എനിക്ക് അതിന് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സ് ആരോട് റിബൽ ചെയ്യുന്നറിയോ? ഈ ആത്മാവ് നമ്മെ നിർബന്ധിക്കുന്ന നിർബന്ധത്തിനെതിരായിട്ടാണ് എന്റെ മൈൻഡ് നിൽക്കുന്നത്. കാരണം അത് സ്ട്രോങ് മൈൻഡാണ്. അത് ആത്മാവിന്റെ ഒരു പ്രബോധനം അത് കേൾക്കുകയില്ല. കാരണം എന്താണ്? അവരുടെ രാജ്യം നിലനിൽക്കുന്നത് അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ദേ ഓൺലി ഹാവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചകൾ, കറുപ്പും വെളുപ്പുമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അയാൾ നല്ലതല്ല, അല്ലെങ്കിൽ അയാൾ ചീത്തയാണ്. അല്ല സോറി, ഒന്നുകിൽ അയാൾ നല്ലതാണ്, അല്ലെങ്കിൽ അയാൾ ചീത്തയാണ്. ഇതിനിടയിൽ കുറച്ച് തിന്മകളും ഉണ്ട്, കുറച്ച് നന്മകളും ഉണ്ട്. എല്ലാവരും അങ്ങനെയാണ്, എല്ലാവർക്കും കുറച്ച് നന്മകളും കുറച്ച് തിന്മകളും ഉണ്ട്. മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നില്ല. അപ്പൊ ബ്രൗൺ ആയിപ്പോയി കളർ, അല്ലെങ്കിൽ ഗ്രേ ആയിപ്പോയി. ആ ഗ്രേ ഇഷ്ടമില്ല. അവൻ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമുടി ശരിയല്ല. രാവിലെ എഴുന്നേക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്, കിടക്കാൻ പോകുന്നവരെ ആഹാരം കഴിക്കുന്നു, ഒന്നും ശരിയില്ല. നല്ലതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ലത്. മനസ്സിലായോ? ഇത് ഈ സെൽഫ് റൈച്ചസ് സ്പിരിറ്റിന്റെ വിധി അങ്ങനെയാണ്. അവരങ്ങനെ വിധി പ്രസ്താവിക്കുന്നത്. ആളുകളെ വിധിക്കുമ്പം ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കേട്ടില്ലത്. ഇഷ്ടമില്ല ഒരാൾ പണ്ട് എന്നോടൊരു വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊരാൾ ഇങ്ങനെ ഒരാളുടെ കുറ്റം പറയാം. ഈ കുറ്റം പറഞ്ഞ് കേട്ടിപ്പം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ ഞാൻ വിശ്വാസി വരുന്ന സമയത്ത് കുറ്റം പറഞ്ഞ് കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി ചുമ്മാ പറയുന്നത്. ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇഷ്ടമില്ലാത്ത ആളല്ലേ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, അതെ. പറയുന്ന കുറ്റം കേട്ടാൽ നമ്മൾ തന്നെ അന്ന് വിടുവോ? കാരണം അവർ എഴുന്നേക്കുന്നു, ഇരിക്കുന്നതും കാല് വെക്കുന്നതും ഉൾപ്പെടെ എല്ലാം പാപമാണ്. കാരണം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ വേറൊരാളെ കാണാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദൈവത്തിന്റെ ആത്മാവിനെ കീഴടങ്ങാൻ സാധിക്കില്ല. ദൈവത്തിന്റെ ആത്മാവ് അവരോട് ക്ഷമിക്കാൻ പറയുമ്പോൾ എന്റെ ഉള്ളിൽ അതില്ല. അപ്പൊ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? ഈ ആത്മാവിന്റെ ശബ്ദം കുറഞ്ഞ് ഇല്ലാതങ്ങി. കാരണം ആത്മാവിന്റെ എപ്പോഴും മന്ദസ്വരമാണ്. ഈ മന്ദസ്വരം കേൾക്കുക എന്ന് പറയുന്നത് സ്വയനീതിക്കാരെ സംബന്ധിച്ച് ഭയങ്കര പാടാണ്. അവരുടെ ക്ഷമിക്കാനോ വിട്ടുകൊടുക്കാനോ അവരുടെ ഹൃദയത്തിൽ ആത്മാവ് എത്ര നിർബന്ധിച്ചാലും ആ നീതി ബോധം, അത്ര വൃത്തികെട്ട ഒരാളെ ഞാൻ എങ്ങനെ പോയി കെട്ടിപ്പിടിക്കും എന്നൊരു നീതി ബോധം നമ്മുടെ ഉള്ളിൽ ആത്മാവിനെതിരെ പ്രവർത്തിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ജഡത്തിന്റെ കാഴ്ചകളോട് ആത്മാവ് എതിരു നിൽക്കും എന്നുള്ളതിനാൽ അവർ ജഡത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ആത്മാവ് കീഴടങ്ങാത്തവരായിട്ട് അവരെ മാറും. ഓക്കെ, അപ്പോൾ ഈ റിലേറ്റീവായിട്ട് ഈ സ്വയനീതിയുടെ ഒരു കുറ്റം കൂടെ പറഞ്ഞ ശേഷം നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. നമുക്ക് സൊല്യൂഷനാണല്ലോ ഏറ്റവും പ്രധാനം. ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം. റിലേറ്റീവ് ആയിട്ടുള്ള, ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ ഇപ്പം ബെന്നി ഇവിടെ ഇരിപ്പുണ്ട്, പ്രജീഷ് ഇവിടെ ഇരിപ്പുണ്ട്. രണ്ടുപേരെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഓക്കെ, കുറച്ച് നേരത്തേക്ക്. ഇതിൽ ആരാണ് നല്ലത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ അവകാശമൊന്നുമില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറയാണ്, പ്രജീഷാണ് നല്ലത്, അല്ലെ ബെന്നാണ് നല്ലതെന്ന് പറഞ്ഞു. ഇത് ആപേക്ഷികമാണ്. അങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ച് നല്ലത് ചീത്ത എന്ന് അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷേ ക്രിസ്തുവിന്റെ കാഴ്ചയിലൂടെ നോക്കുന്നത് മാത്രമാണ് സത്യം. ബാക്കിയെല്ലാം എന്താണ്? നമ്മുടെ അഭിപ്രായങ്ങളാണ്. അപ്പൊ സ്വയനീതിക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ കണ്ണിലൂടെ നോക്കുന്നതല്ല അവരെ സംബന്ധിച്ച് സത്യം. ഇവരുടെ കണ്ണിൽ എന്ത് കാണുന്നോ അതാണ് സത്യം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സെൽഫ് റൈച്ചസ്നെസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എങ്ങനെ ഒരാളെ കാണുന്നു എന്നുള്ളതിനേക്കാളും ഞാൻ എങ്ങനെ കണ്ടു അതാണ് എനിക്ക് പ്രധാനം. കാരണം ക്രൈസ്റ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എന്റെ ആപേക്ഷികമായ കാഴ്ചകൾ വെച്ചാണ് ഞാൻ ജീവിക്കുന്നതും വിധിക്കുന്നതും. ഇത് സെൽഫ് റൈച്ചസ്നെസിന്റെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നതിന്റെ ഇതിന്റെ ആകെ തുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യം, ക്രിസ്തുവിന്റെ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നില്ല, യേശുവിന്റെ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരുന്നില്ല. പകരം നമ്മൾ നമ്മുടെ അസത്യത്തിൽ ജീവിക്കുന്നു. നമ്മുടെ മങ്ങിയ കാഴ്ചകളിൽ നമ്മൾ ജീവിക്കുകയും തീരുമാനമെടുക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. നമ്മൾ എപ്പോഴും മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ളവർക്കാണ് സൂപ്പർ ഹീറോകൾ ഉണ്ടാകുന്നത്. അതായത് ഗുരുക്കന്മാർ, അയാൾ നല്ല മനുഷ്യനാണ്, ഗുരു ശിഷ്യന്മാർ. ഞാൻ പണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ ഗുരുക്കളായിട്ട് വന്നിട്ട് അവരുടെ പിന്നാലെ കുറെ ആൾക്കാർ, അപ്പൊ അവർ നോക്കുമ്പോൾ ഗുരുവിനെ പോലെ നല്ല ആൾക്കാർ ആരുമില്ല. ഓക്കെ, അതുപോലെ ആകാൻ പരിശ്രമിക്കുന്നവര്. അങ്ങനെയുള്ളവരെല്ലാം ഈ സ്വയനീതി ഉള്ളവർക്കാണ് വേറൊരാളുടെ നീതി അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ജയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതോടുകൂടി നമ്മൾ ഈ സെഷൻ, ഈ സെൽഫ് റൈച്ചസ്നെസ് എന്നൊരു വിഷയം അവസാനിപ്പിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 3-ാം വാക്യം നമ്മൾ എപ്പോഴും വായിക്കുന്ന വാക്യമാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, നമ്മൾ ജോൺസൺ ബ്രദർ എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മൾ ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവപുത്രന്റെ നീതിയും നമുക്ക് വേണം. നമ്മൾ ഓൾറെഡി റൈച്ചസ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ഇനി കർത്താവ് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. അല്ലേ? ശരിയല്ലേ?
ഞാൻ ഓൾറെഡി നീതിമാനാണെങ്കിൽ പിന്നെ കർത്താവ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എന്റെ തന്നെ നീതിയിലേക്ക് ഞാൻ നോക്കി കഴിയുമ്പോൾ യേശു കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതൊക്കെ വെറുതെ ആയി പോയിരിക്കുക. കാരണം ഞാൻ എന്നെ തന്നെ നീതീകരിക്കും. എന്താ സംഭവിക്കുന്നത്? ക്രിസ്തുവിന്റെ നീതിയുടെ കീഴിലേക്ക് ഞാൻ വരുന്നില്ല. 3-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത് 8:3, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് നമ്മളെ നീതീകരിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അടുത്ത വാക്യം, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ നമുക്ക് ശരിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജഡത്തിന്റെ ബലഹീനത നിമിത്തം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു, ഇങ്ങനെ ചിന്തിക്കുന്നു. ജഡത്തിന്റെ ബലഹീനത നിമിത്തം നമ്മൾ മങ്ങിയ കാഴ്ചകളുള്ളവരായിരിക്കുന്നു. ജഡത്തിന്റെ ആ ശക്തി കാരണം നമുക്ക് ദൈവം നീതീകരിച്ചവരെല്ലാം സ്നേഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ വിധി പ്രസ്താവിക്കുന്നവരായി മാറുന്നു. കഴിഞ്ഞ സാറങ്ങൾ പറഞ്ഞു, ഞാൻ ഫോൺ ചെയ്തിട്ട് 2 പ്രാവശ്യം ഫോൺ ചെയ്തിട്ട് പുള്ളി എടുത്തില്ല, അതുകൊണ്ട് ഇനി മേലാൽ ഞാൻ അങ്ങോട്ടില്ല. അയാളെ നേരെയാക്കാൻ എന്തുമാത്രം പാടുപെട്ടു. ഇപ്പോഴും എത്ര പേര് എന്നെ ഫോൺ വിളിച്ച് മടുത്തിട്ട് ഉപേക്ഷിച്ച് പോയി കാണുന്നറിയാം. ഞാൻ ആലോചിക്കായിരുന്നു, കർത്താവ് ഈ ഫോണെങ്കിലും കൃത്യമായിട്ട് എടുക്കാൻ. ചില സമയത്ത് അത് സാധിക്കാറില്ല, പിന്നെ അത് മറന്നുപോകും. അപ്പം എന്താ പറയുന്നത്, അങ്ങനെ വിഷമിച്ചങ്ങ് പോവാണ്. ഇയാൾ ശരിയല്ല, ഇയാള് പെട്ടെന്ന് വിധി പ്രസ്താവിക്കാം. ഷെയ്സ് ബ്രദർ ആൾ ശരിയല്ല. പണ്ട് ആരുടെ പറഞ്ഞു, പാവപ്പെട്ടവരുടെ വീട്ടിലൊന്നും പുള്ളി പോകില്ല. ഉടനെ വിധി പ്രസ്താവിച്ചു, അവർ വിട്ടുപോയി. നടന്ന കാര്യമാണ്. നിങ്ങളൊരു പക്ഷെ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഭവിച്ച കാര്യം. അപ്പൊ ഒരാളെ നോക്കി കഴിയുമ്പോൾ എനിക്ക് ഫിറ്റ് അല്ല, ചർച്ചിന് ഫിറ്റ് അല്ല, ഓക്കെ, ഞാൻ എന്റെ വിധി പ്രസ്താവിച്ചിരിക്കുന്നു, പ്രതീക്ഷ ശരിയല്ല, ഓക്കെ, ഇനി അങ്ങോട്ട് വരുന്നില്ല, ചർച്ചിലേക്ക് വരുന്നില്ല. പണ്ട് ഒരാള് പറഞ്ഞാണ്, അവരുടെ കൂടെ ഞങ്ങൾ വർഷിപ്പ് ചെയ്യത്തില്ല. ഇതെല്ലാം ഈ വിധി പ്രസ്താവനയുടെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, ഇതെല്ലാം വിധി പ്രസ്താവനയുടെ ഉദാഹരണങ്ങളാണ്. അപ്പൊ പെട്ടെന്ന് ഒരാളെ നമ്മൾ നോക്കി കൊള്ളത്തില്ലാന്ന് കണ്ടു. കാരണം ഞാൻ അവനെക്കാളൊക്കെ നീതിമാനായതുകൊണ്ട് എനിക്ക് അയാളെ കൊള്ളത്തില്ലാന്ന് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇത് ജഡത്തിന്റെ ഒരു സങ്കല്പമാണ്. ഓക്കെ, അപ്പൊ ജഡത്തിന്റെ ബലഹീനത നിമിത്തമാണ് ഈ സ്വയനീതി ഉണ്ടാകുന്നത്, വിധിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി പേരെ വിധിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിധിച്ചിട്ടുള്ള അനേകം ആൾക്കാരുണ്ട്. ഈ അടുത്ത കാലത്തെങ്ങും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല, മനസ്സിലത് വന്നാലും ഇത് കർത്താവിന്റെ നാമത്തിൽ അതിനെ ജയിക്കാൻ കുറച്ചൊക്കെ ഞാൻ എന്താ പറയുക, വിശ്വാസം അങ്ങ് അർപ്പിക്കുകയാണ്. ചിലതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഓക്കെ, കർത്താവിന്റെ നാമത്തിൽ കർത്താവ് നോക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് വിടാനുള്ളൊരു പരിശീലനത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ വിചാരിക്കും, ഇവരൊക്കെ എങ്ങനെ വിശ്വാസികളായിരിക്കുന്നു ചിന്തിക്കും. കർത്താവ് നന്നാക്കിയോളൂ, എന്നെ നന്നാക്കുന്നുണ്ടല്ലോ, അപ്പൊ അവരെ നന്നാക്കിയോളുമായിരിക്കും എന്നൊരു ചിന്ത എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ദൈവം അനുവദിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത്, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം നിവൃത്തിയാകേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും പറയും, നമ്മുടെ ചർച്ച പറയുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തു നമ്മുടെ പകരക്കാരനാണ്. ഈ പകരക്കാരൻ എങ്ങനെയാകുന്നത്? ചുമ്മാ പറഞ്ഞാൽ മതിയോ? പണ്ടൊരാൾ പറഞ്ഞ എന്നോട് ചോദിച്ചതാണ്, ഞാൻ കസേര ചാരി കിടന്നുകൊണ്ട് ഞാനല്ല യേശു അത്ര ജീവിക്കുന്നു പറഞ്ഞ് അങ്ങോട്ട് ഉറങ്ങിയാൽ മതിയോ? എങ്ങനെയാണ് യേശു നമ്മുടെ പകരക്കാരനാകുന്നത്? അടുത്ത വാക്യം, 4-ാമത്തെ വാക്യത്തിലുണ്ട്. പറയാമോ? നിങ്ങൾക്ക് 4-ാമത്തെ വാക്യം വായിച്ചിട്ട് പറയാമോ എങ്ങനെയാണ് യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനാകുന്നത്? 4-ാമത്തെ വാക്യം വായിച്ചിട്ട് പറയാമോ? ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിറവേറും. അപ്പൊ നമ്മൾ ആര് പറയുന്നത് കേൾക്കണം? ആത്മാവ് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ പകരം കർത്താവ് വസിക്കുന്നതിന് തുല്യമാണ്. കാരണം ആത്മാവ് ആരെയാ വെളിപ്പെടുത്തുന്നത്? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ക്രിസ്തു നമ്മുടെ പകരക്കാരനായി വരുന്നത് ആത്മാവിലാണ്. അപ്പൊ ആത്മാവിന്റെ ശബ്ദം നമ്മൾ എന്തുമാത്രം കേൾക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ശബ്ദമല്ല, നമ്മുടെ വിലയിരുത്തലുകളല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നമ്മൾ എന്തുമാത്രം കേൾക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തു നമുക്ക് പകരക്കാരനാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിച്ചു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും, ഓരോ രീതിയിൽ ഞാൻ ഇടപെടുമ്പോഴും, ഓരോ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോഴും ആത്മാവിന്റെ ഒരു ചിത്രം, ആത്മാവ് പറയുന്ന ഒരു കാഴ്ച, ക്രിസ്തു എങ്ങനെ ആയിരിക്കുമായിരുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ എനിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മീക ജീവൻ എനിക്കുണ്ട്. അടുത്ത വാക്യത്തിൽ അതാ പറയുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പൊ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന സെൽഫ് റൈച്ചസ് സ്പിരിറ്റിനെ കുറിച്ചാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ജഡസ്വഭാവമുള്ളവർക്ക് ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. ഓക്കെ, 7-ാം വാക്യം നോക്കിയേ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങുന്നില്ല. കാരണം എന്താ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും വലിയ എലമെന്റ് എന്തോ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്തോ? സ്നേഹമാണ്, അല്ലെ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും വലിയ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ്.
മനുഷ്യന്റെ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും വലിയ എലമെന്റ് എന്തോ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും വലിയ എലമെന്റ് എന്ന് പറയുന്നത് സ്നേഹമാണ്. അതിനകത്ത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ ന്യായപ്രമാണം നിവർത്തിക്കുന്നുണ്ടോ നോക്കിയാൽ ഒറ്റ ചോദ്യം നോക്കിയാൽ മതി, സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ന്യായപ്രമാണം നിവർത്തിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം. മനുഷ്യന്റെ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്താ? സ്നേഹമാണോ? എവിടെ സ്നേഹമാണോ? ഒട്ടുമില്ല. മനുഷ്യന്റെ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് അവന്റെ മനതൃപ്തിയാണ്. തൃപ്തി, അതായത് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഗ്രാറ്റിഫിക്കേഷൻ, അതായത് എന്റെ മൈൻഡ് എങ്ങനെ വിലയിരുത്തുന്നോ അത് തൃപ്തിപ്പെടണം. അതാണ് മനുഷ്യന്റെ നീതിയുടെ പ്രത്യേകത. മനുഷ്യന്റെ സ്വഭാവവും സെൽഫ് ഗ്രാറ്റിഫിക്കേഷനിൽ ബേസ് ചെയ്തിട്ടാണ്. ഫുഡ് കഴിക്കുമ്പോൾ ഉൾപ്പെടെ, വർത്താനം പറയുമ്പോൾ ഉൾപ്പെടെ എനിക്കൊരു ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു ആഗ്രഹമുണ്ട്. അതാണ് ഈ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തിയാവുക, എനിക്ക് തൃപ്തി ഉണ്ടാകണം. അതാണ് എന്റെ മനതൃപ്തിയാണ് എന്റെ നീതിയുടെ അടിസ്ഥാനം. ശരിയാണോ? ശരിയാണോ ഞാൻ പറയുന്നത്? എന്നാൽ ദൈവത്തിന്റെ നീതിയുടെ അടിസ്ഥാനം എന്താണ്? സ്നേഹമാണ്. അത് വളരെ കൃത്യമാണ്. അപ്പൊ മനുഷ്യരെല്ലാവരും അവരുടെ ഫ്ലഷിന്റെ, ജഡത്തിന്റെ ഗ്രാറ്റിഫിക്കേഷൻ, ജഡത്തിന്റെ ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രമാണമുള്ളവർ എന്തിനു വേണ്ടി ജീവിക്കുന്നു? സ്നേഹം എന്ന ദൈവിക സ്വഭാവം വെളിപ്പെടുത്താൻ ജീവിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഞാൻ ഈ മാരേജ് കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ചില സമയത്തൊക്കെ അവരുടെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞു, എന്നെ കൊണ്ട് വയ്യ, ഞാൻ മടുത്തു എന്നാ പറയുന്നത്. കാരണം എങ്ങനെ മടുക്കുന്നത്? ഈ മടുക്കുന്നത് ജഡത്തിലാണോ ആത്മാവിലാണോ? അപ്പൊ ജഡത്തിൽ മടുത്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആത്മാവിന് കീഴ്പ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ആത്മാവ് എന്തായിരിക്കും പറയുന്നത്? സ്നേഹിക്കാൻ പറയുമ്പോൾ ജഡം പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ കപ്പാസിറ്റി തീർന്നു. അപ്പൊ ഇത്ര നേരം അവർ സ്നേഹിച്ചുകൊണ്ടിരുന്ന എന്തിനാത്താ? ജഡത്തിലായിരുന്നു അല്ലെ? ജഡത്തിലുള്ള സ്നേഹമായിരുന്നു അല്ലെ? അപ്പൊ ആത്മാവിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ജഡത്തെ ആശ്രയിച്ച് വരുന്നതല്ല, അത് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്നതാണ്. അപ്പൊ സ്പിരിച്വൽ ലൈഫ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആത്മനിറവിനാൽ, ആത്മാവിനാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ സ്വയനീതിയെ തോൽപ്പിക്കണമെങ്കിലും, ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് അവസാനിപ്പിക്കണമെങ്കിലും, നമുക്ക് നമ്മളോട് ശത്രുത്വമുള്ളവരെ കാണുമ്പോൾ വരെ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകണമെങ്കിലും, അതൊരു മനുഷ്യന്റെ ജഡത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നമ്മുടെ ഉള്ളിൽ തരുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വിശ്വാസികളായിട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ആ സ്നേഹം അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനോട് നിങ്ങളുടെ യുക്തി വെച്ച് ചേർത്ത് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് യുക്തി വെച്ച് നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തോട്, ആത്മാവിനോട് ചേർത്ത് നിൽക്കുക. എന്റെ യുക്തി വെച്ച് ഞാൻ എന്ത് ചെയ്യും? ജീവിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടമല്ല നിവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഞാൻ ഇത് എന്തുകൊണ്ടാണെന്ന് ഒത്തിരി നാൾ ആലോചിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് വേണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടുകൂടാ. അതിന്റെ കാരണം ഈ ജഡം എന്ന് പറയുന്നത് എപ്പോഴും എന്നെ അല്ലാതെ വേറെ ആരെ സ്നേഹിക്കാൻ കപ്പാസിറ്റി ഉള്ള സാധനമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴടങ്ങാൻ അതിന് കഴിയുകയില്ല. എപ്പോഴും എന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ് അത് നോക്കുന്നത്. എന്നെ പൂഴ്ത്തി പറയുന്നവരോടാണ് എനിക്കിഷ്ടം. ഓക്കെ, എന്നെ എതിർത്ത് ഒരാൾ പറയാണ്, ഇപ്പം സ്റ്റാലിൻ ബ്രദർ വന്നിട്ട് പറയാം, ചേസ് ബ്രദറെ ഇങ്ങനെ അല്ല, ശരിയല്ല കേട്ടോ, ഇത് ഇത്ര മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ, സ്റ്റാലിൻ ബ്രദർ അയാൾ കൊള്ളാലോ, എന്റെ ശത്രു ഞാൻ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു, നമ്പർ 1. അവൻ ആരാ എന്നെ തിരുത്താൻ? അപ്പൊ എന്റെ മുമ്പിൽ ഒരു ശത്രു വന്നു. അപ്പുറത്ത് നിന്നുകൊണ്ട് സ്റ്റാൻലി ബ്രദർ പറയും, എന്ത് നല്ല പ്രസംഗമായിരുന്നു, ഇങ്ങനെ വേണം. അപ്പൊ സ്റ്റാൻലി ബ്രദറിനെ ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടെത്തി. അപ്പൊ എന്നെ തിരുത്തുന്ന ആൾക്കാരെല്ലാം ഞാൻ ശത്രുക്കളിൽ ലക്ഷ്യപ്പെടുത്തി, സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം, അല്ല നല്ലത് പറയുന്ന പൊക്കി പറയുന്ന ആൾക്കാരെല്ലാം ഞാൻ എന്റെ സ്നേഹിതന്മാരുടെ ലക്ഷ്യപ്പെടുത്തി. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത്? അപ്പൊ ആരെങ്കിലും ഇങ്ങനെ കുറ്റം പറഞ്ഞു, അത് എന്നോട് പറഞ്ഞാൽ അവൻ എന്നോട് എന്തോ വൈരാഗ്യം വെച്ചോണ്ട് എന്റെ കുറ്റം പറയുന്നതാണ്. ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കുന്നത്. കാരണം അങ്ങനെ ജഡത്തിന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ സ്റ്റാലിൻ ബ്രദർ ഞാൻ ചെയ്യുന്ന തെറ്റ് കണ്ട് വേദനിച്ചിട്ട് ഈ മനുഷ്യൻ ഇതും കൂടെ ഒന്ന് കറക്റ്റ് ആക്കിയായിരുന്നു എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ എന്റെ ആ മനസ്സിന് അത്രേ പറ്റുന്നുള്ളൂ. തിരുത്തലുകൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല. എന്റെ ശരീരം, എന്റെ മൈൻഡ് തന്നെ ഈ സ്വയനീതിക്കകത്ത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആരും തിരുത്തുന്ന എനിക്ക് ഇഷ്ടമല്ല. ഒരു അഭിപ്രായം പറയുന്ന പോലും സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയുന്ന നീതിക്ക് അപ്പുറത്ത് വേറൊരാൾ ഒരു നീതി സ്ഥാപിക്കണ്ട, ഇതാണ് കറക്റ്റ്. ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങാൻ സാധിക്കുകയില്ല. അടുത്തത്,
ഇവിടെ എല്ലാം നമ്മൾ ഈ ആത്മാവിന്റെ ജീവിതത്തെ കുറിച്ചാട്ടോ പറയുന്നത്. സ്പിരിച്വൽ ലൈഫ് അതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ അതിന്റെ 16-ാം വാക്യം വരെ നമ്മൾ വായിക്കണം. 8-ന്റെ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിത് മുഴുവൻ പറയാൻ 16 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ആത്മാവ് എങ്ങനെയാണ് നമ്മളെ ഡെയിലി നടത്തുന്നത്, എങ്ങനെയാണ് ഈ ജഡത്തെ തോൽപ്പിക്കാൻ ആത്മാവ് സഹായിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതിനുശേഷമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതായത് 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആത്മാവ് എങ്ങനെയാണ് നമ്മളെ ദൈവത്തിന്റെ തേജസ്സിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാവും. 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ വായിക്കുമ്പോൾ ആത്മാവ് എങ്ങനെയാണ് നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്കും പുത്രത്വത്തിലേക്കും പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് നയിക്കുന്നത് മനസ്സിലാവും. എന്നാൽ അതിനുശേഷം 18-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 19-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ ആത്മാവ് എങ്ങനെയാണ് നമ്മളെ പുത്രന്റെ സ്വരൂപത്തിലേക്ക് തേജസ്കരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ശരിക്കും 8-ാം അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തെയും തേജസ്കരണത്തെയും കുറിച്ച് പറയുന്ന അധ്യായമാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പോരാട്ടം നമ്മൾ കഴിക്കുന്നത് നമ്മളോട് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജഡത്തോടാണ് ഈ ആത്മാവിന് ഏറ്റവും വലിയ പോരാട്ടമുള്ളത്. ഓക്കെ, അതിന്റെ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. അപ്പോൾ ആരാണ് ഈ ആത്മസ്വഭാവമുള്ളവർ? ആരാണ് ആത്മസ്വഭാവമുള്ളവർ? നിങ്ങൾ പറയാം, ആത്മസ്വഭാവമുള്ളവർ ആരാ? ആത്മസ്വഭാവമുള്ളവർ ആരാന്ന് ആർക്കെങ്കിലും പറയാം? സിമ്പിൾ ചോദ്യമല്ലേ? അങ്ങനെ വേണേ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ അതിനേക്കാളൊക്കെ എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വളരെ സിമ്പിൾ ആയിട്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ആത്മസ്വഭാവമുള്ളവർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെ നമ്മൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നില്ല. എത്ര ഭയങ്കരമാണ്! ആത്മാവ് അനുസരിച്ച് എല്ലാ ദിവസവും നടന്നെന്നുള്ളതല്ല. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. അതായത് ആത്മാവിന്റെ ശബ്ദം നിങ്ങളെ വീണ്ടും വീണ്ടും ക്രിസ്തുവിനടുത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. അതില്ല എങ്കിൽ അതിനർത്ഥം ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ല. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, അതായത് ഇഫ് ദർ ഇസ് സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇൻസൈഡ് യു, നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്. അപ്പൊ എൻ്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ട്, പക്ഷെ ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവ് ചുമ്മാ ഇരിക്കുന്ന ആത്മാവ് അല്ലാത്തത് കൊണ്ട് ഈ ആത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പിന്നെ പാപം ചെയ്യണമെങ്കിൽ ആത്മാവിനെ നിഷേധിച്ചുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നുണ്ട്? അവരെല്ലാവരും ആത്മസ്വഭാവമുള്ളവരാണ്. ആണോ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി കർത്താവിനെ ഉണ്ടോ? കണ്ടോ, ധൈര്യമില്ല, അതാണ് ഈ പ്രശ്നം. ധൈര്യമായിട്ടൊന്ന് പറഞ്ഞു നോക്കിയാൽ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, ഞങ്ങൾക്ക് ആത്മസ്വഭാവം. ഇത് അങ്ങോട്ട് ചെന്നിട്ട് ജഡത്തിന്റെ സ്വഭാവം വെളിയെടുക്കരുത്. കാരണം ജഡത്തെ അനുസരിച്ച് നിങ്ങൾ നടക്കരുത്. ഓക്കെ, ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മസ്വഭാവം ഉള്ളവരാണ്. അടുത്ത വാക്യം പറയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്. ഇനി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഇല്ലെങ്കിലോ? അപ്പൊ ജഡസ്വഭാവമുള്ളവരാരും ക്രിസ്തുവിന്റെ ആരും അല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശരിക്കും എന്തുകൊണ്ടാണ് കർത്താവ് ഈ ജഡത്തിൽ നിന്ന് വരുന്ന നീതിയെ ഏറ്റവും കൂടുതൽ വെറുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജഡത്തിൽ പാപമുള്ളവരാണെങ്കിൽ നമുക്ക് ആ പാപത്തെ കുറിച്ച് ഒരു നുറുക്കം ഉണ്ടാവും, ഹൃദയ നുറുക്കം ഉണ്ടാവും. അയ്യോ, ഞാൻ പാപിയായി പോയല്ലോ കർത്താവെ, നിന്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ ജഡത്തിൽ തന്നെ എനിക്കൊരു കുറ്റബോധമുണ്ട്. ഇപ്പൊ ഞാനൊരു നല്ല മനുഷ്യനല്ലെന്ന് എനിക്ക് എന്റെ ജഡത്തിൽ അറിയാം. പക്ഷെ എന്റെ ജഡം എന്നെ നീതീകരിക്കുന്ന ജഡമാണെങ്കിലോ? എന്റെ ജഡം ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന നീതീകരിക്കുന്ന ജഡമാണെങ്കിലോ നമുക്ക് രക്ഷപ്പെടാൻ പ്രയാസമാണ്. കാരണം എന്താ? നമുക്കൊരു ഹൃദയ നുറുക്കം ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പൊ ജഡത്തിന്റെ ന്യായ തീർപ്പുകൾ വെച്ച് നമ്മൾ ആളുകളെ വിധിക്കുന്നവരായി മാറിയാൽ, അതുകൊണ്ടാണ് കർത്താവ് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും എതിരെ സംസാരിക്കാനുള്ള കാരണം അവരുടെ നീതി ദൈവത്തിനെതിരെയുള്ള ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾക്കെതിരെയുള്ള ഒരു മത്സരമായിട്ടാണ് വെളിപ്പെട്ട് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, 12-ാം വാക്യം പറയുന്നു, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന്. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വർത്തമാനം പറയണം, എന്തെല്ലാം വാക്കുകൾ ഉപയോഗിക്കണം, ആരോടെല്ലാം സംസാരിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്റെ യുക്തിയോ ജഡ്ജ്മെന്റോ അല്ല. പിന്നെ എന്താണ്? അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ജഡ്ജ്മെന്റ് ആണ്. അവിടെയാണ് നമ്മൾ കർത്താവിന് മുമ്പിൽ പറയുന്ന, കർത്താവെ ഞാനും ഒരു പാവിയാണ്. ഓക്കെ, എന്റെ മൈൻഡിൽ
ഞാൻ ജീവിക്കുകയല്ല, എന്റെ റിസോഴ്സിൽ നിന്നല്ല ഞാൻ ജീവിക്കേണ്ടത്, ക്രിസ്തുവിന്റെ ധനത്തിൽ നിന്ന് ജീവിക്കുവാൻ കർത്താവെ നിന്റെ ആത്മാവിനാൽ എന്റെ അകത്തെ മനുഷ്യനെ നീ ബലപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ ശരിക്കുള്ള പ്രയർ, വിശദീകരണത്തിനുള്ള പ്രയർ, ക്രിസ്തുവിന്റെ ന്യായത്തീർപ്പുകളിലേക്ക് എന്റെ മനസ്സ് ഉയരേണ്ടതിനു വേണ്ടി, ക്രിസ്തുവിന്റെ ന്യായത്തീർപ്പുകളിലേക്ക് എന്റെ മനസ്സ് ഉയരേണ്ടതിന് വേണ്ടി, ക്രിസ്തുവിന്റെ കാഴ്ചകളിലേക്ക് എന്റെ ഹൃദയം ഉണർത്തപ്പെടേണ്ടതിന് വേണ്ടി, ക്രിസ്തുവിന്റെ ചിന്തകളിലേക്ക് എന്റെ മനസ്സ് പരുവപ്പെടേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് എനിക്ക് ആവശ്യമാണ്. ഇന്ന് സാധാരണ സഭകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവെന്ന് പറയുമ്പോഴേക്കും അവര് മൈൻഡ് നിറയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ശരിക്കും ജീവനാൽ നിറയുന്നതിനെ കുറിച്ചല്ല. ഈ ജീവനാൽ നമ്മളെ നിറയ്ക്കാൻ വേണ്ടിയാണ് ആത്മാവ് വന്നിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവനാൽ നിറയപ്പെട്ടവരാകാൻ വേണ്ടിയാണ്. അപ്പൊ യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ നീതി, യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ. അപ്പൊ നമ്മുടെ ഇവാലുവേഷൻസ് ഒക്കെ തെറ്റാണ്, എല്ലാവരെയും കുറിച്ചുള്ള തെറ്റാണ്. കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞ പോലെ, ഒരു ഗരാജില് നന്നാക്കാൻ വേണ്ടി കൂട്ടിയിട്ടിരിക്കുന്ന അനേകം കാറുകൾ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. ചിലതിന്റെ ടയർ ഊരി വെച്ചിരിക്കുന്നു, ചിലതിന്റെ എഞ്ചിൻ മാറ്റി വെച്ചിരിക്കുന്നു, ചിലതിന് ഗിയർ ബോക്സ് ഇല്ല, ചിലതിന് പെയിന്റ് അടിച്ചിട്ടില്ല, ചിലതിനകത്ത് ഒന്നുമില്ല, വെറും. പക്ഷെ ഇത് ഏത് ഗാരേജിലാണ് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് യേശു കർത്താവിന്റെ ഗാരേജ് ആയതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ സാധനങ്ങളെല്ലാം തേജസ്സോടെ വെളിയിൽ ഇറങ്ങി വരും. അപ്പൊ ഇവിടെ ടയർ ഇല്ലാത്തവൻ, എഞ്ചിൻ ഇല്ലാത്തവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറയുമ്പോൾ നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത്? വിശദീകരിക്കുന്ന, പണിയുന്ന മെക്കാനിക്കിനെയാണ് കുറ്റം പറയുന്നത്. കാരണം നമ്മൾ ഒരാളെ വിധിക്കുമ്പോൾ കർത്താവിനെ കഴിവില്ലാത്തവനായി, രക്ഷിക്കാൻ കഴിവില്ലാത്തവനായി കാണുകയാണ്. ഇത്രയും പോരെ? ഓക്കെ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന കാഴ്ചപ്പാടുകളിൽ ജീവിക്കുവാൻ നമുക്ക് ധൈര്യം ഉണ്ടാകണം. നമ്മുടെ ജഡത്തിന് നമ്മൾ ഇനിയും കടക്കാരാകരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്നവരാകാതിരിക്കാൻ, നമ്മളെല്ലാം കർത്താവ് കൃപ എന്നൊക്കെ പറഞ്ഞു കഴിയുന്ന സഭകളിൽ എല്ലാം സംഭവിക്കുന്ന, കുറെ കഴിയുമ്പോൾ എല്ലാവരും നല്ലോണം ഉറങ്ങും. എന്താ പറയുന്നറിയോ? കർത്താവ് എല്ലാം ചെയ്തോളൂ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ, എല്ലാം ഓക്കെ, ഇനി കർത്താവ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഒരു കാഷ്വൽ ഫെയ്ത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനെ എപ്പോഴും ശ്രദ്ധിക്കണം. ആത്മാവിൽ ജീവിക്കുന്നവനാണ് ദൈവത്തിന്റെ അവകാശങ്ങളെ പ്രാപിക്കുന്നത്. വിശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാൻ ആർക്കും സാധ്യമല്ല.